ഹായ്, നമുക്കിന്നിതേ ഈ ഒരു കോപ്പർ വയർ ഉപയോഗിച്ചിട്ട് ഒരു ഹെഡ് ബാൻഡ് ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ സാറ്റൻ റിബണിൻ്റെ ഒരു ഹെഡ് ബാൻഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ കോപ്പർ വയർ ആവശ്യത്തിന് നമുക്ക് എന്തോരം വർക്ക് ചെയ്യണോ അത്ര അനുസരിച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതേ ഞാൻ ഒരു മൾട്ടി കളറിലെ ബീറ്റാട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ഒരു കോപ്പർ വയറിൽ ഈ ബീറ്റ്സ് എല്ലാം നമുക്ക് കോർത്ത് കൊടുക്കാം. കുറച്ചധികം കോർക്കാം കേട്ടോ. അടുത്തത് ഒരു വൈറ്റ് കളറിലെ ബീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ബീറ്റ്സ് നമുക്ക് കോർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കോപ്പർ വയറിൻ്റെ നടുഭാഗത്തായിട്ട് ഓരോ ബീറ്റും കൊണ്ടുവന്നിട്ട് ഇതുപോലെ നമുക്ക് അതിനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിങ്ങനെ പിരിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരെണ്ണം ചെയ്തു, രണ്ടാമത്തതും നമ്മൾ ഇതുപോലെ ഒരു വയർ കൊണ്ടുവന്നു. നമ്മുടെ കോപ്പർ വയറിൻ്റെ ഒന്ന് വളച്ച് പിടിക്കാം കേട്ടോ. നമുക്കൊന്ന് പിരിക്കാനുള്ളൊരു സ്പേസ് വേണ്ടേ. അപ്പോൾ വളച്ച് പിടിച്ചിട്ട് ഇനിയൊന്ന് നമുക്കിതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഫുൾ കഴിഞ്ഞു. നമ്മൾ ഇത്രയും ഭാഗം മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിനി ആ ബാലൻസ് വരുന്ന കോപ്പർ വയർ ആദ്യം നമുക്ക് ആ ഒരു സൈഡിൽ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ. ഇനി ആ എൻഡിൽ ചുറ്റിയതിന് ശേഷം ഇനി നമുക്ക് ഈ ഓരോ ബീറ്റും അല്ല, കുറച്ച് ബീറ്റിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ഇതുപോലെ ചുറ്റി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് അനങ്ങാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ കണ്ടോ. ഇനി ലാസ്റ്റ് എത്തിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു എൻഡിലായിട്ട് നമുക്കൊരു 3-4 തവണ നമുക്ക് ഈ ഒരു കോപ്പർ വയർ നല്ല ടൈറ്റായിട്ട് നമുക്ക് ചുറ്റി കൊടുക്കാം. അങ്ങനെ എൻഡിലെത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ എൻഡിലൊരു 3-4 തവണ കോപ്പർ വയർ ചുറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇത് കണ്ടോ, നമ്മൾ ഫസ്റ്റ് ചുറ്റി കൊടുത്ത ആ കോപ്പർ വയർ നമുക്ക് നല്ലോണം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ജസ്റ്റ് ഒരു ചെറുതായിട്ട് ഒരു വർക്ക് ചെയ്തത് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് കോപ്പർ വയർ അവിടെയും ചുറ്റി കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് നല്ലപോലെ ചുറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ഹെഡ് ബാൻഡ് റെഡിയായി. അപ്പോൾ ഈ ഹെഡ് ബാൻഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.